ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒരു ഓൺലൈൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. എക്സാം എന്ന് പറയുന്നത് ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇൻ കോസ്മെറ്റോളജി ആൻഡ് ബ്യൂട്ടി പാർലർ മാനേജ്മെൻറ്റിൻ്റെ ആയിരുന്നു. അപ്പോൾ അതിൽ 20 ക്വസ്റ്റ്യൻസ് GK റിനേസൻസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. സോ നമുക്ക് ആ 20 ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഈ എക്സാം നടന്നത് 2017 ജൂലൈ 20 സോ നമുക്ക് ക്വസ്റ്റിനിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. bbmohanan.com എന്ന മൈ നോട്ട് ബുക്കിൻ്റെ ബ്ലോഗ് സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് നോട്ട്സൊക്കെ ലഭിക്കുന്നതാണ്. അത് യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിലും മറ്റ് PDF നോട്ട്സ് ആണെങ്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഹൂ ഈസ് ദ ഓതർ ഓഫ് ഗീതാരഹസ്യ? ആരാണ് ഗീതാരഹസ്യത്തിൻ്റെ ഓതർ? ആരാണ് ഗീതാരഹസ്യത്തിൻ്റെ കർത്താവ്? ആര്? സ്വാമി ദയാനന്ദ സരസ്വതി, ബാലഗംഗാധര തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ, സ്വാമി വിവേകാനന്ദ. ആരാണ് ഗീതാരഹസ്യ എഴുതിയിരിക്കുന്നത്? അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ബി. ഓക്കെ, ആരാണ്? ബാലഗംഗാധർ തിലക്. ബാലഗംഗാധർ തിലകിൻ്റെ ബുക്കാണ് ഗീതാരഹസ്യ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു മറാത്തി ലാംഗ്വേജിലുള്ള ബുക്കായിരുന്നു. ആൻഡ് ദെൻ അദ്ദേഹം ബർമയിലെ ജയിലിലായിരിക്കുമ്പോൾ എഴുതിയൊരു ബുക്കാണിത്, ഈ ഗീതാരഹസ്യം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ബാലഗംഗാധര തിലകൻ്റെ അദ്ദേഹം ജയിലിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹം മറാത്തിയിൽ എഴുതിയൊരു ബുക്കാണത്. അല്ലെങ്കിൽ കർമ്മയോഗ ശാസ്ത്ര എന്നും കൂടി അതിന് പേരുണ്ട്. ഗീതാരഹസ്യ ഓർ കർമ്മയോഗ ശാസ്ത്ര. ദ ടേം ഫോണി വാർ ഈസ് റിലേറ്റഡ് ടു. ഫോണി വാർ എന്ന ടേം റിലേറ്റഡ് ടു ഏതാണ്? ഫോണി വാർ അത് നോക്കൂ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസറായി കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് വേൾഡ് വാർ ആണ്. ഓക്കെ, ഫോണി വാർ എന്നറിയപ്പെടുന്നത് ഏതാണ്? സെക്കൻഡ് വേൾഡ് വാർ ആണ്. ഓക്കെ, സെക്കൻഡ് വേൾഡ് വാർ എന്നായിരുന്നു? ഈ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് UNO സ്ഥാപിതമായത്. സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത് അത് നടന്നത് 1939 മുതൽ 1945 വരെയായിരുന്നു. 1939 സ്റ്റാർട്ട് ചെയ്ത് 1945 എൻഡ് ചെയ്തതായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനാണ് എന്ത് വിളിക്കുന്നത്? ഫോണി വാർ എന്ന് വിളിക്കുന്നത്. ഫോണി വാർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ്? ആരാണ് ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ് എന്ന് അറിയപ്പെടുന്നത്? ഓക്കെ, അപ്പോൾ അത് എക്കണോമിക്സ് വിഭാഗത്തിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അധികം ഫെമിലിയർ അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. മോഡേൺ മാക്രോ എക്കണോമിക്സ് അത് ഓപ്ഷൻ എ ആണ്. JM കീൻസ്. JM കീൻസ് ആണ് മോഡേൺ മാക്രോ എക്കണോമിക്സിൻ്റെ പിതാവ്. അടുത്തത് ദ വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ് ഹോൾഡ് ദ റാങ്ക് ഓഫ്. വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ് ഹോൾഡ് ദ റാങ്ക് ഓഫ് എന്ന് വെച്ചാൽ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ അദ്ദേഹത്തിന് ഏത് റാങ്കാണുള്ളത്? ചീഫ് സെക്രട്ടറി, ക്യാബിനറ്റ് മിനിസ്റ്റർ, ഡെപ്യൂട്ടി മിനിസ്റ്റർ, ചീഫ് ജസ്റ്റിസ്. അപ്പോൾ അതിൽ ഏതാണ് വരുന്നത്? വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ് ഹോൾഡ് ദ റാങ്ക് ഓഫ് ക്യാബിനറ്റ് മിനിസ്റ്റർ ആണ്. ക്യാബിനറ്റ് മിനിസ്റ്ററുടെ റാങ്കാണ് അദ്ദേഹത്തിന് ഉള്ളത്. വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ് ഹോൾഡ്സ് ദ റാങ്ക് ഓഫ് ക്യാബിനറ്റ് മിനിസ്റ്റർ. അടുത്തത് ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് രാഷ്ട്രീയ സ്വയം സേവക സംഘ്? രാഷ്ട്രീയ എന്നാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘ് അതായത് RSSൻ്റെ ഫൗണ്ടറാണ് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഫൗണ്ടർ ആരാണ്? അത് ഡോക്ടർ കേശവ ബാലറാം ഹെഡ്ഗേവാർ ആണ്. ഓക്കെ, കേശവ് ബൽറാം ഹെഡ്ഗേവാർ ആണ് RSSൻ്റെ സ്ഥാപകൻ. ഹു പബ്ലിഷ്ഡ് ദ മാഗസിൻ അഭിനവ കേരളം? ആരാണ് അഭിനവ കേരളം എന്ന മാഗസിൻ പബ്ലിഷ് ചെയ്തത്? അതാണ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ്റേതാണ് അഭിനവ കേരളം എന്ന് പറയുന്ന മാഗസിൻ. ഹു പബ്ലിഷ്ഡ് ദ മാഗസിൻ അഭിനവ കേരളം? വാഗ്ഭടാനന്ദ. അടുത്ത ചോദ്യം: ഇൻ വിച്ച് ഇയർ മലബാർ കം അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് കൊളോണിയൽ പവർ? ഏത് വർഷമാണ് മലബാർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് കൊളോണിയൽ പവർ വന്നത്? ഇൻ വിച്ച് ഇയർ മലബാർ കം അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് കൊളോണിയൽ പവർ? ഏത് വർഷമായിരുന്നു? 1792 ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ മലബാർ വന്നത്. 1792. അടുത്ത ചോദ്യം: ഹു ഫൗണ്ട് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് അറ്റ് ടോക്കിയോ ഇൻ 1942?
1942 ടോക്കിയോയിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് അല്ലെങ്കിൽ IIL സ്ഥാപിച്ചത് ആരാണ്? അതാരാണ് സ്ഥാപിച്ചത്? റാഷ് ബിഹാരി ബോസ് ആണ് അതിൻ്റെ സ്ഥാപകൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന ക്യാപ്റ്റൻ മോഹൻ സിംഗ് എന്നാണ്. ഓക്കെ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചിരിക്കുന്നത് റാഷ് ബിഹാരി ബോസ് ആണ് കേട്ടോ. 1 സെക്കൻഡ്. ഇതിനകത്ത് ഓപ്ഷൻ ഇത് തെറ്റ് കൊടുത്തിരിക്കുന്നതായിരിക്കും, അപ്പോൾ അത് കറക്റ്റ് ചെയ്തോണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോഴും നിങ്ങൾ PDF ഡൗൺലോഡ് ചെയ്യുമ്പോഴും നോക്കുക ഹു ഫൗണ്ട് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്, അതാരാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ അതാരാണ് സ്ഥാപിച്ചത്? 1942 റാഷ് ബിഹാരി ബോസ് ആയിരുന്നു. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹു പബ്ലിഷ്ഡ് ദ ജേർണൽ കോൾഡ് ശ്രീമതി? ശ്രീമതി എന്ന ജേർണൽ പബ്ലിഷ് ചെയ്തത് ആരാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ചോദ്യം കണ്ടതാണ്. ശ്രീമതി എന്ന ജേർണൽ പബ്ലിഷ് ചെയ്തത് അതാരാണ്? അത് അന്ന ചാണ്ടി ആയിരുന്നു അത് പബ്ലിഷ് ചെയ്തത്. ഹു വൺ ദ വയലാർ അവാർഡ് ഇൻ 2016? 2016 വയലാർ അവാർഡ് വിൻ ചെയ്തത് ആരാണ്? ഹു വൺ ദ വയലാർ അവാർഡ് ഇൻ 2016? ആരാണ്? UK കുമാരനാണ് വയലാർ അവാർഡ് വിൻ ചെയ്തത്. ഹു വൺ ദ വയലാർ അവാർഡ് ഇൻ 2016 ഈസ് UK കുമാരൻ. അടുത്ത ചോദ്യം, ഹു വാസ് ദ 20th ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? ഓക്കെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, 20th ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് HS ബർമ, ഓം പ്രകാശ് റാവത്ത്, ആ ഒരു പേജും മാറിപ്പോയി. ഓം പ്രകാശ് റാവത്ത്, നസീം സെയ്ദി, അച്ചൽ കുമാർ ജ്യോതി എന്നിവയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ C ആണ് കറക്റ്റ് പറയുന്നത്. നസീം സെയ്ദിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ 20th ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നസീം സെയ്ദിയാണ്. ഇനി ഇത് 20th പ്രത്യേകം പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ആൻസർ ഇദ്ദേഹം തന്നെയാണ്, നസീം സെയ്ദി തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഇപ്പോഴത്തെ 23rd ആണ് കേട്ടോ. 23ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഇപ്പോഴുള്ളത്. അത് സുനിൽ അറോറയാണ്. ഓക്കെ, അപ്പോൾ 20ാമത്തേത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ മാറ്റമൊന്നുമില്ല. ഇവിടെ പ്രസന്റ് എന്നല്ല ചോദിച്ചിരിക്കുന്നത്, നസീം സെയ്ദി തന്നെയാണ്. 23ാമത്തേത് സുനിൽ അറോറയാണ്. അതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറ. അത് അദ്ദേഹം OP റാവത്ത് ആയിരുന്നു അതിന് മുമ്പ് ഉണ്ടായിരുന്നത്. അദ്ദേഹം 2018 ഡിസംബർ 1 റിട്ടയർ ആയത്. അതിനുശേഷമാണ് സുനിൽ അറോറ സ്ഥാനമേറ്റത്. ഓക്കെ, സോ അടുത്ത ചോദ്യം, വെൻ ഡു വി ഒബ്സർവ് ദ യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ? യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ എന്നാണ് ആചരിക്കുന്നത്. യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇന്ത്യയിലെ ചിൽഡ്രൻസ് ഡേ നമ്മൾ ആചരിക്കും. അത് എന്താണ്? November 14 ആണല്ലേ. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്നത് എന്താണ്? അത് November 20 കേട്ടോ. യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ എന്നാണ് November 20 ആണ്. അപ്പോൾ അത് രണ്ടും കൂടി മാറിപ്പോകരുത്. യൂണിസെഫ് ആണ് അത് ആചരിക്കുന്നത്, മെയിനായിട്ടും അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്നത് 20th November ആണ്, November 20. അപ്പോൾ November 14 മാറിപ്പോകരുത്. ഇൻ്റർനാഷണൽ ഡേ ഫോർ ചിൽഡ്രൻ എന്ന് പറയുന്നത് ഏതാണ്? November 20 ആണ്. അത് 1954 അത് അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ ആയിട്ട് യൂണിസെഫ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് കേട്ടോ. ഓക്കെ, യൂണിസെഫ് എന്ന് വെച്ചാൽ എന്താണ്? ദ യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്. യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് ആണ് വരുന്നത് കേട്ടോ. അടുത്തത്, ഹു ഈസ് ദ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ? ഹു ഈസ് ദ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ഓഫ് കേരള? AK ബാലൻ, KT ജലീൽ, G സുധാകരൻ, MM മണി. ആരാണ്? MM മണിയാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വാസ് ദ മലയാളി മെമ്മോറിയൽ സൈൻഡ്? മലയാളി മെമ്മോറിയൽ സൈൻ ചെയ്തത് എന്നായിരുന്നു? അത് 1891 1891 മലയാളി മെമ്മോറിയൽ സൈൻ ചെയ്തത്. ഓക്കെ, മലയാളി മെമ്മോറിയൽ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് മലയാളി മെമ്മോറിയൽ, അതുപോലെ ഈഴവ മെമ്മോറിയൽ അങ്ങനെ പറയും. അപ്പോൾ അത് രണ്ടും കൂടി മാറിപ്പോകരുത്. മലയാളി മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്തത് എന്നാണ്?
1891. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നഷ്ടപ്പെട്ട നീലാംബരി ഈസ് റിട്ടൺ ബൈ. ആരാണ് നഷ്ടപ്പെട്ട നീലാംബരി എഴുതിയത്? നഷ്ടപ്പെട്ട നീലാംബരി എഴുതിയത് മാധവിക്കുട്ടിയാണ്. മാധവിക്കുട്ടി. ഓക്കെ, കമലാ സുരയ്യ അല്ലെങ്കിൽ മാധവിക്കുട്ടിയാണ് നഷ്ടപ്പെട്ട നീലാംബരി എഴുതിയിരിക്കുന്നത്. ആ ഒരു കഥയാണ് അല്ലെങ്കിൽ നോവലാണ് പിന്നീട് മഴ എന്ന പേരിൽ സിനിമയാക്കിയത്. മഴ. അടുത്തത് ഹു ഫൗണ്ട് ദ സ്വരാജിസ്റ്റ് പാർട്ടി? ആരാണ് സ്വരാജിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത്? സ്വരാജിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? അത് ഓപ്ഷൻ ബി ആണ്, CR ദാസ്. ഓക്കെ, സ്വരാജിസ്റ്റ് പാർട്ടി. ഓക്കെ, അത് സ്ഥാപിച്ചത് CR ദാസ് ആണ്. ആൻഡ് ഹു വാസ് ദ ചെയർമാൻ ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ S. രാധാകൃഷ്ണനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറഞ്ഞത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ചെയർമാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് ലാംഗ്വേജ് ഡിഡ് ഗാന്ധിജി റൈറ്റ് ഹിസ് ഓട്ടോബയോഗ്രഫി മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത്? മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതിയിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? ഓക്കെ, ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്? ഗുജറാത്തി ഭാഷയിലാണ് കേട്ടോ. ഗുജറാത്തി ഭാഷയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. Who is the winner of Australian Open Women Singles 2017? ഓക്കെ, ഓസ്ട്രേലിയൻ ഓപ്പൺ വിമൻ സിംഗിൾസ് 2017 ആരായിരുന്നു വിന്നർ? അത് സെറീന വില്യംസ് ആയിരുന്നു 2017 ഓസ്ട്രേലിയൻ ഓപ്പൺ വിന്നർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ വേണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് വേണ്ടത്. 2018 വേണ്ടത്. അതിനകത്ത് വരുന്നത് വീനസ് വില്യംസ്, ആഞ്ചലിക് കെർബർ, മാർട്ടീന നവരത്നോവ, സെറീന വില്യംസ് എന്നിവയ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൻ്റെ ഞാനത് മെൻ സിംഗിളും വിമൻ സിംഗിളും പറയാം. അത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ റോജർ ഫെഡററിനാണ് മെയിനായിട്ട് അതായത് മെൻ സിംഗിൾസിൽ പ്രൈസ് ലഭിച്ചത്. അതുപോലെ തന്നെ കരോളിൻ വോസ്നിയാക്കി അവർക്കാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. വിമൻ സിംഗിൾസ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഈ ഒരു ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുന്നത് ഓസ്ട്രേലിയയിൽ മെൽബോൺ എന്ന സ്ഥലത്താണ് കേട്ടോ. മെൽബോൺ എന്ന സ്ഥലത്താണ് നടക്കുന്നത്. റോജർ ഫെഡററിനാണ് മെയിൻ സിംഗിൾസ് ലഭിച്ചിരിക്കുന്നത്. കരോളിൻ വോസ്നിയാക്കി അതിനാണ് വിമൻ സിംഗിൾസ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു കപ്പ് ഇതുപോലെ കണ്ടിരുന്നു. അപ്പോൾ അതിൽ വന്നിരിക്കുന്നത് മെൻ സിംഗിൾസ് വേറെ ആൾക്കാരായിരുന്നു. അത് കഴിഞ്ഞിട്ട് വിമൻ സിംഗിൾസ് ആർക്ക് തന്നെയായിരുന്നു? കരോളിന വോസ്നിയാക്കിക്ക് തന്നെയായിരുന്നു. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ദ റൈറ്റ് ടു ഇക്വാലിറ്റി? റൈറ്റ് ടു ഇക്വാലിറ്റി പറയുന്നത് ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെയാണ് കേട്ടോ. ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെയാണ് എന്ത് പറയുന്നത്? റൈറ്റ് ടു ഇക്വാലിറ്റി പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടി നോക്കുക. പിന്നെ നമ്മൾ പറയുന്നതാണ് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് മെൻ ആൻഡ് വിമൻ കംപ്ലീറ്റ് ഇക്വാലിറ്റി കൊടുക്കുന്നതെന്ന് പറഞ്ഞത്. അത് ആർട്ടിക്കിൾ 15 ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ ഇവിടെ ഒരു കാര്യം അഡീഷണൽ ആയിട്ട് പറയാനുള്ളത് സ്വരാജിസ്റ്റ് പാർട്ടിയുടെ കാര്യം ഇവിടെ പറഞ്ഞിരുന്നു. സ്വരാജിസ്റ്റ് പാർട്ടി CR ദാസ് ആണ്. CR ദാസും മോട്ടിലാൽ നെഹ്റുവും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇനി വേറൊരു ഓപ്ഷനിൽ ഇനി വേറൊരു തവണ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മോട്ടിലാൽ നെഹ്റുവിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതാണ് കറക്റ്റ് ആൻസർ. മോത്തിലാൽ നെഹ്റുവും CR ദാസും ആണ് ഫൗണ്ടേഴ്സ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. നിങ്ങൾക്ക് ഈ ലെസൺ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ അറിയിക്കുക. മൈ നോട്ട്ബുക്കിൻ്റെ ബ്ലോഗ് സന്ദർശിക്കാം, അതും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാ പ്ലേലിസ്റ്റുകളുടെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്.